തിരുവനന്തപുരം മൂലവിളാകത്ത് വീട്ടമ്മയെ ആക്രമിച്ച സംഭവത്തിലെ പ്രതി ഒരാഴ്ച പിന്നിട്ടിട്ടും പിടികൂടാനാവാതെ പോലീസ്. അക്രമിയെക്കുറിച്ച് വിവരം ലഭിച്ചതായാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇയാൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന്റെ വിശദാംശങ്ങൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും അമൽ ചേരുന്നുണ്ട്. അമൽ, ഒരാഴ്ചയായിട്ടും പ്രതികളെ പിടികൂടാനാവാതിരിക്കുകയാണ് പോലീസ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? തിരുവനന്തപുരം മൂലവിളാകത്ത് നടന്ന ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസിന് പ്രതിയെ പിടികൂടാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ 13-ാം തീയതി രാത്രിയോടുകൂടിയായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്. ഈ ഒരു ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാൻ പറ്റാത്തൊരു സാഹചര്യം വലിയൊരു ഭീതി ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു സംഭവം നടക്കുന്നത് വീടുകളൊക്കെ അടുത്തുള്ള ഒരു പ്രദേശത്ത് വെച്ചാണ്. എങ്കിലും ഉടൻ തന്നെ, അതായത് ഈ ആക്രമണം നടന്ന ഉടൻ തന്നെ പരാതിക്കാരി പോലീസിനെ അറിയിക്കുകയുണ്ടായിരുന്നു. എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് പ്രതിയെ ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തത് എന്നത് വളരെ വ്യക്തമാണ്. കാരണം ഈ ഒരു സംഭവം അറിയിച്ച ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ നൈറ്റ് പെട്രോളിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാൻ സാധിക്കുമായിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതായാലും പോലീസ് രേഖാചിത്രങ്ങൾ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. ഈ ഒരു യുവതിയെ ഉപയോഗിച്ചുകൊണ്ട് രേഖാചിത്രങ്ങൾ തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ്. അതേസമയം തന്നെ പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്ന രീതിയിൽ ചില വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ചില പത്രമാധ്യമങ്ങളിലൊക്കെയും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. 50 വയസ്സുള്ള ഒരു വ്യക്തിയാണ്, ക്ലീൻ ഷേവായി ലഹരിക്ക് അടിമയായുള്ള ഒരു വ്യക്തിയാണ് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വാർത്തയെ പേട്ട പോലീസ് ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. പ്രതി പിടിയിലായിട്ടില്ല എന്നാണ് പേട്ട പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. അതിനാൽ തന്നെ ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ തെളിവായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വാഹനം ഉൾപ്പെടെയുള്ള അവ്യക്തമായ CCTV ദൃശ്യങ്ങൾ മാത്രമാണുള്ളത്. ഇത് വെച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില നിഗമനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇതുപോലെ തിരുവനന്തപുരം നഗരങ്ങളിൽ സ്ഥിരമായി സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥിരമായ ആക്രമണങ്ങൾ നടത്തുന്നതിൽ പെട്ട ആരെങ്കിലും ആയിരിക്കും പ്രതി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഏതായാലും പോലീസ് ഉള്ളത്. അതുപോലെ തന്നെ അമൽ, ബൈക്കിന്റെ വിശദാംശങ്ങളൊക്കെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും കൂടുതൽ പുറത്തുവിടുന്ന അന്വേഷണത്തെക്കുറിച്ചും അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ പ്രതിയുടെ വാഹനവും പ്രതിയെക്കുറിച്ചുള്ള അവ്യക്തമായ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ വാഹനത്തെക്കുറിച്ച് കിട്ടിയ വിവരങ്ങളും മാത്രമാണ് ഇപ്പോൾ പോലീസിന്റെ കയ്യിലുള്ളത്. അതിനാൽ തന്നെ കൂടുതൽ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി തന്നെ ഈ 49-കാരിയായ യുവതിയുടെ സഹായത്തോടു കൂടി പേട്ട പോലീസ് ഇപ്പോൾ രേഖാചിത്രം തയ്യാറാക്കുവാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ആ രേഖാചിത്രം പൂർണ്ണമായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ മറ്റ് CCTV ദൃശ്യങ്ങളൊക്കെയും പോലീസ് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പ്രതിയെ പിടികൂടാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സംഭവം നടന്ന് 3 ദിവസത്തോളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ എടുത്തു എന്നത് വലിയ ഒരു വീഴ്ചയായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ അന്വേഷണത്തിലുണ്ടായിരുന്ന 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത സംഭവങ്ങളൊക്കെയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വ്യക്തമായ ഒരു വീഴ്ച തന്നെയാണ് ഈ പ്രതി. അതായത് 13-ാം തീയതി രാത്രി ഈ സംഭവം നടക്കുന്നു. ഏകദേശം 8 ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കാത്തത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വലിയൊരു വീഴ്ചയാണ്. ഈ സംഭവം നടന്ന് നിമിഷങ്ങൾക്കകം തന്നെ ഇരയുടെ മകൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് പോലീസ് കേസെടുക്കാൻ തയ്യാറാകാത്തത് തന്നെയാണ് ഇങ്ങനെ പ്രതി രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന കാരണം. എന്ത് തന്നെയായാലും ഇപ്പോൾ കയ്യിലുള്ള ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങ്